ശ്രീ രവി മേനോൻ ഈ പ്രേമിക്കുമ്പോൾ നീയും ഞാനും ആ ഗാനം പാടുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായിട്ടുണ്ട്. എന്തിനെന്നറിയില്ല എങ്ങനെയെന്നറിയില്ല എന്ന് പാടുമ്പോൾ 68 വയസ്സാണ്. ഓലഞ്ഞാലക്കുരുവ് പാടുമ്പോൾ 70 വയസ്സാണ്. പക്ഷേ ആ ശബ്ദം, അതിലെ പ്രണയം, അതിന് പക്ഷേ പ്രായമില്ല. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്രയും പ്രണയഗാനങ്ങൾ ഈ പ്രായത്തിൽ പാടാൻ കഴിയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു കാമുകനുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു പ്രൊഫഷനാണ്. നമ്മളൊരു തൊഴിലായി എടുക്കുമ്പോൾ നമ്മളൊരു ഭക്തിഗാനമാണ് പാടുന്നതെങ്കിൽ നമ്മൾ ഭക്തനാവണമെന്നില്ല. നമ്മൾ താൽക്കാലികമായ ഒരു ഭക്തൻ്റെ മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ കുപ്പായം ഉരുവിക്കുന്നു. അതുപോലെ നമ്മളൊരു പ്രണയഗാനം പാടുമ്പോൾ ഒരു കാമുകനായിട്ട് നമ്മൾ സ്വയം അവതരിക്കുന്നു, അത് കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നു. വളരെ പ്രൊഫഷണലാണ്. പക്ഷേ ആ ഗാനങ്ങൾ നമുക്ക് ഇന്നറിയാം. ഇപ്പോൾ നീലമല പൂങ്കുയിലെ എന്ന പാട്ട്, ആ പാട്ട് SP ബാലസുബ്രഹ്മണ്യം പാടണമെന്നായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറുടെ ആഗ്രഹം. മാത്രമല്ല SP യെ കൊണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്യിച്ചു. രാഘവൻ മാഷ് പറഞ്ഞു, ജയചന്ദ്രനും കൂടി വന്ന് പാടട്ടെ, അതിലേതാണ് നല്ലതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. രണ്ടും തീരുമാനിച്ചു. 2 വെർഷനും കേട്ട് അവിടെ എല്ലാവരും വിധി എഴുതി ജയചന്ദ്രൻ പാടിയാൽ നല്ലത്. അതുപോലെ എത്രയോ പാട്ടുകൾ ഇപ്പോൾ അനുരാഗാനം പോലെ യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിചാരിച്ചിരുന്നു. പക്ഷെ ജയചന്ദ്രൻ പാടി, അത് കാലാതിവർത്തിയായി മാറി. അതുപോലെ എത്രയോ പാട്ടുകൾ, സ്വപ്ന സഖി, അത് മഞ്ഞലയിൽ മുങ്ങി തോർത്തിയുടെ തമാശ ജേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ, ജേട്ടൻ അതിൽ വേറൊരു പാട്ടാണ് പാടാൻ കുറച്ചൊരു തമാശയായിട്ടുള്ളൊരു ഫാസ്റ്റ് സോങ് ആണ് പാടി റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ദേവരാമാഷ് വിളിച്ച് പറഞ്ഞു, നീ ഈ പാട്ടും കൂടി പഠിച്ചു വെച്ചോ, ഇത് യേശുദാസ് വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അത് പാടി ഓക്കെ ചെയ്യാനുണ്ടായത്.